കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ചെയ്ത ഏറ്റവും വലിയ ഒരു നന്ദികേടിനെ കുറിച്ച് എന്നല്ല പറയേണ്ടത്, ഏറ്റവും വലിയ തെമ്മാടിത്തത്തെക്കുറിച്ച് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആദ്യമായി നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഒരിക്കലും പൊറുക്കാനാവാത്ത നന്ദികേട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് എന്താ പറയുക, മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പത്രം ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ കോഴിക്കോട് വളരെ വളരെ എന്താ പറയുക വ്യത്യസ്തമായ ഭാവാത്മകമായ വൈകാരികമായ ഒരു ചടങ്ങ് നടന്നിരുന്നു. അതായത് കോഴിക്കോട്ടെ വ്യത്യസ്ത പത്രങ്ങളിൽ ജോലി ചെയ്ത് മരണമടഞ്ഞ പത്ര ഫോട്ടോഗ്രാഫർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ, കോഴിക്കോട് ടൗൺ ഹാളിൽ. എൻ്റെ പ്രിയ സുഹൃത്ത്, നേരത്തെ കേരളകൗമുദിയിലും അത് കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസിലും ഡെക്കാൻ ക്രോണിക്കിളിലൊക്കെ ജോലി ചെയ്തിരുന്ന പീതാംബരൻ പയ്യേരി, പീതാംബരൻ്റെ ഒക്കെ ഒരു നേതൃത്വത്തിലായിരുന്നു ആ ഒരു ചടങ്ങ് നടന്നത്. എനിക്ക് തോന്നുന്നു കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് വളരെ അപൂർവമായ, വളരെ വൈകാരികമായ ഒരു ചടങ്ങായിരുന്നു, ഒരു എന്താ പറയുക, ഒരു അനുസ്മരണ ചടങ്ങായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഫോട്ടോഗ്രാഫർമാരൊക്കെ എത്തി, രാജ്യം പൊതുവാളൊക്കെ എത്തിയിരുന്നു. അങ്ങനെ വളരെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഫോട്ടോഗ്രാഫർമാർ തങ്ങളുടെ സഹപ്രവർത്തകരെ ഓർമ്മിക്കാൻ, അവർക്ക് പ്രണാമമർപ്പിക്കാൻ, അവരുടെ ജീവിത പങ്കാളികളെ കാണാൻ, അവരുടെ മക്കളെ കാണാൻ, അതൊരു അപൂർവമായ, കോഴിക്കോടിന്റെ ഒരു ചരിത്രത്തിൽ ഇത്രയും ഒരു വൈകാരികമായ ഒരു കൂടിച്ചേരൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഇന്ന് വ്യത്യസ്തങ്ങളായ പത്രങ്ങളിൽ വന്ന വാർത്തകൾ ആദ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് ഒരു പത്രം ചെയ്ത കൊടും ചതി, കൊടും ക്രൂരത, അതിനേക്കാളുപരി ഏറ്റവും വലിയ തെമ്മാടിത്തത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇത് മാതൃഭൂമിയുടെ 3-ാം പേജാണ്. മാതൃഭൂമിയുടെ 3-ാം പേജിൽ ആ വാർത്ത നോക്കിയാട്ടെ. മാതൃഭൂമിയിലെ ആ 3-ാം പേജിൽ ഒരു 5 കോളം ബോക്സ് സ്റ്റോറി ആയിട്ടാണ് ആ വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ആ വാർത്ത ഇങ്ങനെയാണ്: ചിത്രങ്ങൾ ചരിത്രമാക്കിയവർക്ക് സ്മൃതി ദീപം. കാരണം ഈ മരണമടഞ്ഞ ഈ പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ഭാര്യമാര് സ്റ്റേജിൽ അവർക്ക് ഒരു സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു സ്മൃതി ദീപം കൊളുത്തുകയുണ്ടായി. അതിന്റെ ഫോട്ടോ ആണ് കൊടുത്തത് കേട്ടോ. കോഴിക്കോട് ടൗൺ ഹാളിൽ ഫോട്ടോ ജേർണലിസ്റ്റ് കൂട്ടായ്മ ഒരുക്കിയ അനുസ്മരണ ചടങ്ങിൽ മൺമറഞ്ഞ പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ഭാര്യമാരും മക്കളും ചേർന്ന് സ്മൃതി ദീപം തെളിയിച്ചപ്പോൾ അതിന്റെ വാർത്ത ഇങ്ങനെയാണ്: മാതൃഭൂമിയുടെ ആദ്യ ഫോട്ടോഗ്രാഫർ MR മേനോൻ ഉൾപ്പെടെ മൺമറഞ്ഞ ആദ്യകാലത്തെ 31 പത്ര ഫോട്ടോഗ്രാഫർമാർ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവർ പകർത്തിയ ചിത്രങ്ങൾ. 100 കഥകൾ പറയാനുണ്ട് അവയ്ക്ക് ഓരോന്നിനും. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പത്രങ്ങളില് റിപ്പോർട്ടർമാർ നൽകുന്ന വാർത്തകളെക്കാൾ വായനക്കാരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് ചില ചിത്രങ്ങളാണ്. 1000 വാക്കുകളെക്കാൾ ശക്തിയുണ്ട് ഒരു ചിത്രത്തിന് എന്നുള്ളത് അവിസ്മരണീയമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അത് പതിപ്പിച്ചുകൊണ്ട് ഓരോ പത്രത്തിലെയും ഈ പ്രസ് ഫോട്ടോഗ്രാഫർമാർ എടുക്കുന്ന ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ നമ്മൾ ഒരു കാലത്തും നമ്മൾ മറക്കില്ല. വാർത്തകളൊക്കെ ഒരു പക്ഷെ മറന്നുപോയേക്കാം, പക്ഷെ ആ ചിത്രങ്ങളുടെ ഒരു ശക്തി ഉണ്ടല്ലോ. അതായിരുന്നു എന്താ പറയുക, ഇന്നലെ നമ്മുടെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ തള്ളിക്കേറി വന്നത്. അപ്പോൾ മാതൃഭൂമിയുടെ വാർത്ത തുടരുകയാണ്: 100 കഥകൾ പറയാനുണ്ട് അവയ്ക്ക് ഓരോന്നിനും. ഇന്നും തലമുറകളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫോട്ടോകളുടെ കഥകൾ സദസ് കൗതുകത്തോടെയും അതിലേറെ അത്ഭുതത്തോടെയുമാണ് കേട്ടത്. മൺമറഞ്ഞ ആദ്യകാലത്തെ പത്ര ഫോട്ടോഗ്രാഫർമാരെ ആദരിക്കാനായി കോഴിക്കോട്ടെ പത്ര ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം അനുസ്മരണ ചടങ്ങാണ് കാഴ്ചയുടെ ചരിത്രം പകർന്നത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ മൺമറഞ്ഞ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ ഭാര്യ, മക്കൾ തുടങ്ങി അടുത്ത ബന്ധുക്കൾ സ്മൃതി ദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങിന് തുടക്കമായത്. ഈ ചടങ്ങിന് മറ്റു പ്രത്യേകത, ഔപചാരികമായ ഉദ്ഘാടനങ്ങളൊന്നുമില്ലാതെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കോഴിക്കോട് ഇങ്ങനെ ഒരു പരിപാടി കേട്ടോ. അതായത് സാധാരണ നമ്മുടെ ചടങ്ങുകളുണ്ടല്ലോ, ആദ്യം ഒരു വിളക്ക് തെളിയിക്കല്, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ഒരു ഉദ്ഘാടനം, അത് കഴിഞ്ഞിട്ട് അധ്യക്ഷൻ എന്ന് പറഞ്ഞ ഇമാതിരിയുള്ള കോപ്രായങ്ങളൊന്നുമില്ലാതെ വളരെ വളരെ ഒരു പുതിയ രീതിയിലായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് കേട്ടോ.
ഫോട്ടോഗ്രാഫിയുടെ ചരിത്രവും കോഴിക്കോടിന്റെ ചരിത്രവും പറയുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം. ഈ ഒരു പരിപാടിയുടെ തുടക്കം അങ്ങനെയായിരുന്നു. ഈ ഫോട്ടോഗ്രാഫിയുടെ ഒരു 200 വർഷങ്ങൾക്കപ്പുറത്ത് ആദ്യത്തെ ഫോട്ടോ പിറന്നത് മുതലുള്ള ഫോട്ടോഗ്രാഫിയുടെ ഒരു ചരിത്രം, പിന്നീട് അത് പ്രസ് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിലേക്ക് മാറുന്നു, കോഴിക്കോടിന്റെ ചരിത്രത്തിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓരോരോ ഫോട്ടോഗ്രാഫർമാരുടെ മൺമറഞ്ഞു പോയ ഫോട്ടോഗ്രാഫർമാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഫോട്ടോയും അത് കഴിഞ്ഞ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ ഈ വലിയ LED സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു അനുസ്മരണ ചടങ്ങ് നടന്നത്. വിവിധ പത്ര ഫോട്ടോഗ്രാഫർമാരെ അനുസ്മരിച്ച് ടി സുരേഷ് ബാബു, PJ ജോഷ്, നടക്കാവ് മുഹമ്മദ് കോയ മുഹമ്മദ്, TP ചെറുപ്പ, ശ്രീകുമാർ നിയതി, PC ഹരീഷ് ഞാൻ പങ്കെടുത്തിരുന്നു. അതായത് കേരള കൗമുദി എന്ന് പറയുന്ന, ഞാൻ ജോലി ചെയ്തിരുന്ന കേരള കൗമുദി പത്രത്തിലെ മൺമറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്ത്, ഒരു പക്ഷേ കേരളത്തിലെ തന്നെ മുൻനിര ഫോട്ടോഗ്രാഫർമാരുടെ ശ്രേണിയിൽപ്പെടുത്താവുന്ന സെൽവരാജിന്റെ അനുസ്മരണം നടത്തിയത് ഞാനായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായിരുന്നു അത് കേട്ടോ. അങ്ങനെ ടി വേലായുധൻ, മധുശങ്കർ, KS ദിലീപ് കുമാർ, P പീതാംബരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്തരിച്ച പത്ര ഫോട്ടോഗ്രാഫർമാരുടെ കുടുംബാംഗങ്ങളെ മെമന്റോ നൽകി ആദരിച്ചു. ഇതാണ് മാതൃഭൂമിയിലെ വാർത്ത കേട്ടോ. ഞാനിനി നിങ്ങൾക്ക് മനോരമയിലെ മലയാള മനോരമയുടെ 5ാം പേജിൽ ഇതാ ഈ കളറിൽ കൊടുത്തിരിക്കുന്ന ബോക്സ്. മുകളിൽ തന്നെ ഈ സ്മൃതി ദീപം തെളിയിക്കുന്ന ഈ ജീവിത പങ്കാളികളുടെ ചിത്രങ്ങളാണ് കൊടുത്തത്. ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം എന്ന് പറയുന്ന ആ LED സ്ക്രീനിലെ ആ പശ്ചാത്തലമുണ്ട്. വിവിധ പത്രങ്ങളിലെ മൺമറഞ്ഞു പോയ 30ഓളം ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കോഴിക്കോട് ഫോട്ടോ ജേർണലിസ്റ്റ് വാട്സാപ്പ് കൂട്ടായ്മ നടത്തിയ ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ച് അന്തരിച്ച ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ഭാര്യമാർ ചിരാതുകൾ കൊളുത്തിയപ്പോൾ ഓർമ്മയില്ലേ ആ ഫ്രെയിം എന്നാണ് വളരെ മനോഹരമായ ആ ടൈറ്റിൽ കൊടുത്തത് കേട്ടോ, ഹെഡിങ് കൊടുത്തത്. കോഴിക്കോട്ടെ മൺമറഞ്ഞ ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഡെക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാർത്ത ഇങ്ങനെയാണ്: ഫോട്ടോഗ്രാഫിയിൽ വലിയ പരിഷ്കാരങ്ങളൊന്നും വന്നിട്ടില്ലാത്ത കാലത്ത് കോഴിക്കോട്ടേക്ക് രാജ്യാന്തര ഫോട്ടോഗ്രാഫി പുരസ്കാരങ്ങൾ എത്തിച്ച മലയാള മനോരമയിലെ T നാരായണൻ. കോഴിക്കോട്ടുകാർക്കല്ല, കേരളത്തിലെ പത്രവായനക്കാർക്കൊന്നും നാരായണേട്ടനെ മറക്കാൻ പറ്റില്ല. T നാരായണൻ എന്ന് പറയുന്ന അതുല്യനായ ഫോട്ടോഗ്രാഫർ കേട്ടോ. മലയാള മനോരമയിലെ T നാരായണൻ, മലയാള മനോരമയിലെ K അരവിന്ദൻ, L ശങ്കർ ഉൾപ്പെടെ വിവിധ പത്രങ്ങളിലെ മൺമറഞ്ഞു പോയ 30ഓളം ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കോഴിക്കോട് ഫോട്ടോ ജേർണലിസ്റ്റ് വാട്സാപ്പ് കൂട്ടായ്മ. ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം എന്ന പരിപാടിയിലാണ് മലബാറിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഈ കാലയളവിൽ വിവിധ പത്രങ്ങളിൽ ജോലി ചെയ്ത് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞവരെ അനുസ്മരിച്ചത്. അന്തരിച്ച ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ഭാര്യമാർ കൊളുത്തിയ ചിരാതുകളോടെയാണ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായത്. പത്രങ്ങൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ ചിത്രമെടുത്തിരുന്ന നഗരത്തിലെ പ്രമുഖ ഫോട്ടോഗ്രാഫർമാരെയും ചടങ്ങിൽ അനുസ്മരിച്ചു. മലയാള മനോരമ അസോസിയേഷൻ എഡിറ്റർ PJ ജോഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അതായത് മലയാള മനോരമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അസോസിയേഷൻ എഡിറ്റർ PJ ജോഷു ആയിരുന്നു അനുസ്മരണ പ്രഭാഷണം നടത്തിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് പത്രം തുടങ്ങാൻ വാങ്ങിയിരുന്ന പ്രസ് പിന്നീട് മലയാള മനോരമയിൽ എത്തിയപ്പോൾ അതിനൊപ്പം എത്തിയ പ്രസ് മെക്കാനിക്കായ ലോക്നാഥിന്റെ മകനായ L ശങ്കർ ഡാർക്ക് റൂം അസിസ്റ്റന്റായി മലയാള മനോരമയിൽ ജോലി തുടങ്ങിയതും പിന്നീട് ഫോട്ടോഗ്രാഫറായി തിളങ്ങിയതും തുടർന്ന് തമിഴ്നാട്ടിൽ സ്റ്റുഡിയോ തുടങ്ങാനായി ജോലി ഉപേക്ഷിച്ചതും ഒക്കെയായ ആ ജീവിത കഥകൾ അദ്ദേഹം വിവരിച്ചു. മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റുകളായ P പീതാംബരൻ, PN ശ്രീവത്സൻ, V ആലി എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. ഞാൻ നേരത്തെ പീതാംബരന്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ക്ഷമിക്കണം. പീതാംബരൻ മാത്രമായിരുന്നില്ല. മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റുകളായ P പീതാംബരൻ, PN ശ്രീവത്സൻ, V ആലിക്കാക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ഫോട്ടോഗ്രാഫറുടെ ഒക്കെ വളരെ പ്രിയങ്കരനായ അലിക്ക ഒക്കെ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. അനുസ്മരണ പരിപാടി നടന്നത് ഇതോടനുബന്ധിച്ച് കോഴിക്കോടിന്റെ പഴയകാലത്തെ ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏതാനും ചിത്രങ്ങൾ കോർത്തിണക്കി പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. അനുസ്മരിക്കപ്പെട്ട ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ചിത്രവും അവരെടുത്ത ചില ഫോട്ടോകളും LED സ്ക്രീനിൽ പ്രദർശിപ്പിച്ചായിരുന്നു അനുസ്മരണ പരിപാടി. മുതിർന്ന ജേർണലിസ്റ്റുകളായ ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തിയവരുടെ പേരുകളൊക്കെ അതിനുശേഷം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മലയാള മനോരമ ഈ വാർത്ത കൊടുത്തത്. അത് കഴിഞ്ഞ് ദേശാഭിമാനി അതിനേക്കാൾ ഭംഗിയായിട്ട് ഫ്ലാഷുകൾ മിന്നി ചരിത്രത്തിലേക്ക് എന്നാണ്. ഫ്ലാഷുകൾ മിന്നി ചരിത്രത്തിലേക്ക്, നല്ല തലക്കെട്ടാണ്.
കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം പരിപാടിയിൽ അന്തരിച്ച ഫോട്ടോ ജേർണലിസ്റ്റുകളെ അനുസ്മരിച്ച് കുടുംബാംഗങ്ങൾ ദീപം തെളിയിച്ചപ്പോൾ ഇങ്ങനെയാണ് ദേശാഭിമാന്റെ വാർത്ത തുടങ്ങുന്നത്. വശ്യമായ ചെറുപുഞ്ചിരി, നെറ്റിയുടെ ഇടതുവശത്തേക്ക് വീണ് കിടക്കുന്ന ഏതാനും മുടിയിഴകൾ, തിളക്കമുള്ള കണ്ണുകൾ. സഖാവ് പി കൃഷ്ണപിള്ളയുടെ ആ വിഖ്യാതമായ ചിത്രം ഏവർക്കും സുപരിചിതം. ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറും ചരിത്രത്തിന്റെ ഭാഗമാണ്. ദേശാഭിമാനി ദിനപത്രമായപ്പോൾ 1946 ഫോട്ടോഗ്രാഫറായി എത്തിയ കണ്ണൂർ പയ്യന്നൂർ ചേപ്പായിക്കോട് മഠത്തിൽ വിഷ്ണു നമ്പീശൻ പകർത്തിയ കൃഷ്ണപിള്ളയെയും ക്യാമറയ്ക്ക് പിന്നിൽ നിന്നയാളെയും തിങ്കളാഴ്ച ടൗൺ ഹാളിൽ ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം പരിപാടിയിൽ പങ്കാളികളാകാൻ എത്തിയവർ ഒരിക്കൽ കൂടി കണ്ടു. കൃഷ്ണപിള്ളയുടെ പടമൊക്കെ നമ്മൾ ഒരുപാട് പേര് കണ്ടതാണ്. പക്ഷെ അത് എടുത്ത ഫോട്ടോഗ്രാഫർ ആര് എന്ന് പലർക്കും അറിയില്ല. അതൊക്കെയായിരുന്നു ഈ പരിപാടിയിൽ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വിവരണങ്ങളും അതിൻ്റെ കഥകളും ഒക്കെ ആയിരുന്നു അവതരിപ്പിച്ചത്. ചരിത്ര മുഹൂർത്തങ്ങളെ ഒറ്റ ക്ലിക്കിൽ രേഖപ്പെടുത്തി മൺമറഞ്ഞുപോയ ഫോട്ടോഗ്രാഫർമാരെയും അവരുടെ ചിത്രങ്ങളെയും പരിചയപ്പെടുത്താനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശാഭിമാനിയുടെ ആദ്യ ഫോട്ടോഗ്രാഫറായിരുന്ന ജേക്കബ് ഫിലിപ്പ് പകർത്തിയ കണ്ണൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ PC ജോയ് പ്രസംഗിക്കുന്ന ചിത്രം, പിന്നീട് സർ CPയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരത്തിൽ VS അച്യുതാനന്ദൻ കൈയുയർത്തി സംസാരിക്കുന്ന ചിത്രം, വിഷ്ണു നമ്പീശൻ നവയുഗത്തിന്റെ കവർ പേജിനായി പകർത്തിയ ചിത്രം, കേളുവേട്ടനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന രാമാനുജത്തിന്റെ ചിത്രം, മിഠായി തെരുവിൽ പടകശാലയ്ക്ക് തീപിടുത്തമുണ്ടായപ്പോൾ P രാമചന്ദ്രൻ പകർത്തിയ ചിത്രം, KS പ്രവീൺകുമാറിന്റെ ചെത്തുതൊഴിലാളിയെ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടുന്നതും കടലുണ്ടി ട്രെയിൻ അപകടത്തിന്റെയും മലവെള്ളപ്പാച്ചിലും തകരാതെ ബാക്കിയായ കുടിലിന്റെയും എല്ലാം ചിത്രങ്ങൾ കഴിഞ്ഞ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിവിധ പത്രങ്ങളിലെയും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർമായിരുന്നവരെയും എല്ലാം ഓർമ്മകളും അവരുടെ ചിത്രങ്ങളും എല്ലാം സ്ക്രീനിൽ തെളിഞ്ഞു. കോയ മുഹമ്മദ് ആയിരുന്നു ഈ ദേശാഭിമാനിയിൽ മൺമറഞ്ഞു പോയ ഈ ഫോട്ടോഗ്രാഫർമാരെ അനുസ്മരിച്ച് സംസാരിച്ചത്. ശരി, അങ്ങനെ മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, മൂന്ന് പത്രങ്ങളിൽ വന്ന അതിഗംഭീര റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടല്ലോ. ഇനിയാണ് തെമ്മാടിപ്പത്രം ചെയ്ത കാര്യമാണ്. ആ പത്രത്തിന്റെ പേര് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ഒരുപാട് വിഷമമുണ്ട് പറയാൻ. ഞാൻ ജോലി ചെയ്ത പത്രമാണ് കേരള കൗമുദി. ഒരുപക്ഷെ കേരളത്തിലെ പ്രമുഖമായ പത്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേരള കൗമുദി ചെയ്ത നെറികേട് അല്ലേ, ആ നെറികേടാണ് ഈ ഒരു വാർത്ത കേരള കൗമുദിയിൽ കൊടുത്തത്. കേരള കൗമുദിയുടെ ഈ രണ്ടാം പേജിൽ ഈ പറയുന്ന ഈ ലോക്കൽ വാർത്തകളുടെ ഇടയിൽ ഇതിന്റെ ഇടയിലുണ്ട് സാധനം, നോക്കിയാലൊന്നും കാണില്ല. ഇവിടെ ഒരു 3 കോളത്തിൽ ചതഞ്ഞുകൊണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: കോഴിക്കോട് ഫോട്ടോ ജേർണലിസ്റ്റ് കൂട്ടായ്മ കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തിയ ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം പരിപാടിയിൽ മരണപ്പെട്ട ഫോട്ടോഗ്രാഫർമാരെ അനുസ്മരിച്ച് അവരുടെ ഭാര്യമാരും കുടുംബാംഗങ്ങളും മൺചിരാതുകൾ തെളിയിച്ചപ്പോൾ. വാർത്തയില്ല, ഇത് തന്നെ ഇതിൽ ഈ ഫോട്ടോന്റെ ക്യാപ്ഷനിൽ പോലും വിശദാംശങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇതിനെന്താ പറയേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. കേരള കൗമുദിയിൽ നമ്മൾ അനുസ്മരിച്ചത് സെൽവരാജ് കയ്യൂരിനെയായിരുന്നു. ഞാനായിരുന്നു അനുസ്മരണ പ്രഭാഷണം നടത്തിയത്. സെൽവരാജ് കയ്യൂർ എന്ന് പറയുന്നത് നേരത്തെ മലയാള മനോരമയിലെയും മാതൃഭൂമിയിലെയും ഈ ദേശാഭിമാനിയിലെയൊക്കെ അന്തരിച്ചു പോയ ഫോട്ടോഗ്രാഫർമാരുടെ കഥകളൊക്കെ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. മറ്റു പത്രങ്ങളും, ഞാൻ ഇന്ന് 4 പത്രങ്ങളെ രാവിലെ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. മറ്റു പത്രങ്ങളൊക്കെ ഓരോ പത്രവും വളരെ അഭിമാനപൂർവ്വമാണ് ഓരോ പത്രവും അവരുടെ ഈ ഫോട്ടോഗ്രാഫർമാരെ, മൺമറഞ്ഞു പോയ ഫോട്ടോഗ്രാഫർമാരെ അവതരിപ്പിച്ചത് അവരുടെ പ്രത്യേകതകളെക്കുറിച്ച്, അവരുടെ സവിശേഷതകളെക്കുറിച്ച് വളരെ അഭിമാനപൂർവ്വമാണ് സംസാരിച്ചത്. അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിരുന്നു സെൽവരാജ്. കാരണം ചൂരിക്കാടൻ കൃഷ്ണൻ നായരുടെ മകനാണ് സെൽവരാജ്. കയ്യൂർ സമരസേനാനി സഖാവ് ചൂരിക്കാടൻ കൃഷ്ണൻ നായരുടെ ഇളയ മകൻ എന്നുള്ളതായിരുന്നു സെൽവരാജ് കയ്യൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആ പ്രഭാഷണത്തിൽ സംസാരിച്ചു തുടങ്ങിയത്, ആ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു തുടങ്ങിയത് അങ്ങനെയായിരുന്നു. ഇതൊരു മാർച്ച് മാസമാണ്. 83 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു മാർച്ച് മാസത്തെക്കുറിച്ച് പറയാതെ
സെൽവരാജിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. 1943 ഒരു മാർച്ച് മാസത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1943 മാർച്ച് 29 കയ്യൂർ സമരസേനാനികളായ 4 ചെറുപ്പക്കാരെ, മടത്തിലപ്പു, അബൂബക്കർ, ചിരുകണ്ഠൻ തുടങ്ങി 4 സമര വീര്യരായ ചെറുപ്പക്കാരെ തൂക്കിലേറ്റിയത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രക്തം പുരണ്ട ഏടുകളാണ് അത് എന്ന് പറയുന്നത്. കയ്യൂർ സമരസേനാനികളായ കുഞ്ഞമ്പു നായർ ഉൾപ്പെടെ ഈ 4 സമര നേതാക്കളെ തൂക്കിലേറ്റിയ ചരിത്രം. അക്കൂട്ടത്തിൽ തൂക്കിലേറ്റപ്പെടേണ്ടതായിരുന്നു ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. പക്ഷേ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ രക്ഷപ്പെട്ടു, തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ചൂരിക്കാടൻ കൃഷ്ണൻ നായർക്ക് ആ സമയം പ്രായപൂർത്തിയായിരുന്നില്ല. പ്രായപൂർത്തിയാവാത്തതിന്റെ പേരിൽ കൊലക്കയറിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് മാറ്റപ്പെട്ട ചൂരിക്കാടൻ കൃഷ്ണൻ നായർ കാസർഗോഡിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ സമര പോരാട്ടത്തിന്റെ മറ്റൊരു പേരാണ് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. ആ ചൂരിക്കാടൻ കൃഷ്ണൻ നായരുടെ ഇളയ മകനായിരുന്നു സെൽവരാജ് കയ്യൂർ. കൃഷ്ണൻ നായരുടെ മൂത്ത മകൻ വിദ്യാധരൻ, അത് കഴിഞ്ഞിട്ട് സുരേന്ദ്രൻ, ഏഷ്യാനെറ്റിന്റെ ലേഖകനും വീഡിയോഗ്രാഫറൊക്കെ ആയിരുന്നു സുരേന്ദ്രൻ. വിദ്യാധരനായിരുന്നു നീലേശ്വരത്തും കാഞ്ഞങ്ങാടും ഒക്കെ രാഗം സ്റ്റുഡിയോ. ഒരുപക്ഷെ ഈ ചൂരിക്കാടൻ കൃഷ്ണനായരുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ രാഗം സ്റ്റുഡിയോ, അവരുടെ അദ്ദേഹത്തിന്റെ മക്കൾ തുടങ്ങിയ സ്റ്റുഡിയോ ആയിരുന്നു രാഗം സ്റ്റുഡിയോ. ഇപ്പോഴും ഉണ്ട് രാഗം സ്റ്റുഡിയോ. പീതാംബരനാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു മകനായ അദ്ദേഹത്തിന്റെ ഇളയ മകനായ സെൽവരാജ്. അങ്ങനെയാണ് സെൽവരാജ് കേരളകൗമുദിയിൽ എത്തിപ്പെടുന്നത്. കേരളകൗമുദിയുടെ ഒരു ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ചരിത്രം പറയാതെ വയ്യ കേട്ടോ. കാരണം ഞാൻ ഏതാണ്ട് 83 കാലത്ത് കേരളകൗമുദിയിൽ എത്തുമ്പോൾ, കോഴിക്കോട് കേരളകൗമുദിയിൽ എത്തുമ്പോൾ, അന്ന് കോഴിക്കോട് കേരളകൗമുദിയിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് പി മുസ്തഫയായിരുന്നു. പി മുസ്തഫയെ ഒരുപക്ഷെ മനോരമയുടെ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നത്. പക്ഷെ പി മുസ്തഫ അതിനു മുമ്പ് യഥാർത്ഥത്തിൽ പി മുസ്തഫ ഒരു പ്രസ് ഫോട്ടോഗ്രാഫറായി അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് കേരളകൗമുദിയിലായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖരായ ഫോട്ടോഗ്രാഫർമാരുടെ നിരകളിൽ മുൻപന്തിയിൽ സ്ഥാനം പിടിച്ച പി മുസ്തഫ. അങ്ങനെ പി മുസ്തഫയായിരുന്നു ഞങ്ങളുടെയൊക്കെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുപക്ഷെ കേരളകൗമുദിയുടെ പത്രത്തിന്, ആദ്യകാലത്ത് കേരളകൗമുദിയുടെ പത്രം കോഴിക്കോട്ട് കേരളകൗമുദി തുടങ്ങിയ കാലത്ത് അക്കാലത്ത് കോഴിക്കോട്ട് ഉണ്ടായിരുന്ന മാതൃഭൂമിയേക്കാളും മനോരമയെക്കാളും ഒക്കെ മുന്നിലേക്ക് അതിന്റെ സർക്കുലേഷൻ വർദ്ധിക്കാൻ ഒക്കെ കാരണമായതിന്റെ ഒരു പങ്ക് കൂടി അന്ന് പി മുസ്തഫ ഉണ്ടായിരുന്നു. പി മുസ്തഫയുടെ ചിത്രങ്ങളൊക്കെ അത്രമാത്രം മനോഹരമായ, അത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചിത്രങ്ങളായിരുന്നു പി മുസ്തഫയുടേത് കേട്ടോ. മുസ്തഫയെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. കാരണം മുസ്തഫ ഒരു പത്ര വായനക്കാരുടെ ഇടയിൽ പി മുസ്തഫ ആരാണ്, എന്താണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് കേരളകൗമുദിയിലേക്ക് വരുന്നത് പീതാംബരൻ, വേപ്പൂരുകാരനായ പീതാംബരൻ പയ്യേരി. പീതാംബരൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുടെ സ്നേഹവും പീതാംബരന്റെ ഒരു ഫോട്ടോഗ്രാഫിയോടും മനുഷ്യരോടൊക്കെയുള്ള ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അത്രക്കും ഓർമ്മിക്കപ്പെടേണ്ട പേരാണ് പീതാംബരൻ. പീതാംബരനായിരുന്നു ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പീതാംബരൻ പിന്നീട് മറ്റു പല പത്രങ്ങളിലേക്കും കേരളകൗമുദിയിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മുസ്തഫയും പീതാംബരനും ശേഷമാണ് കേരളകൗമുദിയിൽ സെൽവരാജ് വരുന്നത് കേട്ടോ. അക്കാലത്ത് കേരളകൗമുദിയിലേക്ക് വാർത്തകൾ നൽകിയിരുന്നത് നീലേശ്വരത്ത് നിന്ന് സുരേന്ദ്രനായിരുന്നു. അങ്ങനെ സുരേന്ദ്രന്റെ അനിയൻ സെൽവരാജ് എത്തുന്നു. സെൽവരാജിന്റെ എല്ലാവരോടും സ്നേഹം ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, അതേസമയത്ത് തന്നെ ചൂരിക്കാടൻ കൃഷ്ണൻ നായരുടെ രക്തം എന്ന് പറഞ്ഞാൽ അനീതിക്കെതിരെ പോരാടുന്ന സെൽവരാജ്. അങ്ങനെ ഒരു സെൽവരാജ് കേരളകൗമുദിയിൽ എടുത്ത നിരവധിയായ ചിത്രങ്ങൾ. ഒരുപക്ഷെ സെൽവരാജിന് ഏറ്റവും താല്പര്യം പ്രകൃതിയിലെ ഈ സാധാരണക്കാരായ മനുഷ്യരും, ഒരുപക്ഷെ ഒരു കാസർഗോഡിന്റെ വിശുദ്ധിയും കാസർഗോഡിന്റെ സ്നേഹവും ഒക്കെ കോഴിക്കോട്ടുകാരെ അനുഭവിപ്പിച്ച സെൽവരാജിന്റെ ചിത്രങ്ങൾ തേജസ്വിനിയുടെ കരയിൽ ഒരു വലിയ ആൽമരത്തിന്റെ കീഴിൽ കയ്യൂർ സഖാക്കളൊക്കെ കൂടിയിരിക്കുന്ന ഒരു ഇടമുണ്ട് കേട്ടോ. അവിടെ കൂലം കുത്തി ഒഴുകുന്ന തേജസ്വിനിയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു മഴക്കാലത്ത്, കോരിച്ചെറിയുന്ന മഴക്കാലത്ത് ആ ആലിലകളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തിന്റെ ഒരു ദൃശ്യമൊക്കെ നമ്മുടെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോകില്ല അത്തരം ചിത്രങ്ങൾ.
മേധാ പട്കർ ഈ വയൽക്കിളി സമരവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ ഇവിടെ നമ്മുടെ ഏഴിമലയിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുമൊക്കെ സെൽവരാജ് അന്ന് അക്കാലത്ത് CP സുരേന്ദ്രനൊക്കെ എന്നോട് പറയുകയുണ്ടായി, അന്ന് 25-30 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് അത്രേ സെൽവരാജ് ഇത്തരം പടങ്ങൾക്ക് എന്നുള്ള പടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ എന്താ പറയുക അപകടത്തിലാവും വിധം ഓരോ ഫ്രെയിമും മനോഹരമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സെൽവരാജ്. അതിനുശേഷമാണ് ഷെല്ലി വരുന്നത്, PJ ഷെല്ലി. അതേപോലെ തന്നെ കേരളത്തിലെ പ്രമുഖരായ ഫോട്ടോഗ്രാഫർമാരുടെ നിരയിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന PJ ഷെല്ലി. ഈ ഒരു കൂട്ടായ്മയിൽ ഇന്നലെ നടന്ന ആ കൂട്ടായ്മയിൽ ഷെല്ലി ഉണ്ടായിരുന്നു, എന്താ പറയാ മുസ്തഫ ഉണ്ടായിരുന്നു, പീതാംബരൻ, ഞാൻ നേരത്തെ പറഞ്ഞു പീതാംബരന്റെ കാര്യം. അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയായിരുന്നു, പ്രത്യേകിച്ച് ഒരു കേരളകൗമുദിയിലെ ഒരു കൂട്ടായ്മ. അതിന്റെ കൂടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായ മാത്യു സാർ, PJ മാത്യു എന്ന് പറയുന്ന ഞങ്ങളുടെ അക്കാലത്തെ ന്യൂസ് എഡിറ്റർ ആയിരുന്ന PJ മാത്യു സാറും കൂടി അതിൽ പങ്കാളികളായിരുന്നത് കേരളകൗമുദിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമായിരുന്നു കേട്ടോ ഇന്നലത്തെ ആ സംഭവം. പക്ഷേ ഞങ്ങളൊക്കെ ജോലി ചെയ്തിരുന്ന പത്രം ചെയ്ത തെമ്മാടിത്തമാണ് ഈ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു ജീവിതകാലം മുഴുവൻ ഒരു പത്രത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുകയാണ്. പ്രത്യേകിച്ചും പത്രത്തിലെ ജോലി എന്ന് പറയുന്നത് മറ്റു ജോലികൾ പോലെയല്ല, അതൊരു ആത്മാർപ്പണമാണ്, ആത്മസമർപ്പണമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ പത്രത്തിലെ പണ്ടേ ഞാൻ ഓർമ്മ വരികയാണ്, BC ജോജോ ഒക്കെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന കാലത്ത് BC ജോജോ ഒക്കെ നമ്മളോട് പറയുമായിരുന്നു, ഹരീഷേ ഈ പത്രം എന്ന് പറയുന്നത് പിക്ചർ പേപ്പർ ആക്കണം, നമ്മുടേത് പിക്ചർ പേപ്പർ. അന്ന് ഈ ലേഔട്ടിലൊക്കെ പ്രത്യേക താല്പര്യം പുലർത്തിയിരുന്ന ഒരാളെന്ന രീതിയിൽ പലപ്പോഴും BC ജോജോയും ഞാനുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ ജോജോയുടെ ഒക്കെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു പത്രം എന്ന് പറയുന്നത് പിക്ചർ പേപ്പർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളോട് അല്ലെങ്കിൽ ടി വി എന്താ പറയുക ദൃശ്യങ്ങളോടൊക്കെ മത്സരിക്കുന്ന രീതിയിൽ പത്രങ്ങൾ മാറണമെങ്കിൽ പത്രത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഫോട്ടോഗ്രാഫർമാരുടെ ഈ ചിത്രങ്ങളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ജോജോ യാത്രയായി, ജോജോ മരണപ്പെട്ടു. ഞാൻ ഓർത്തു പോകുന്നത് ഇങ്ങനെ ഫോട്ടോഗ്രാഫർമാരെ എന്താ പറയാ വളരെയേറെ ഫോട്ടോഗ്രാഫർമാരെ അഭിനന്ദിച്ചിരുന്ന അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു ചരിത്രം കേരളമുനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ മണിസാറ് കേരളമുനിയുടെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന കാലത്ത് മണിസാറിന്റെ കലാകൗമുദി ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസിന് ഫോട്ടോകൾക്ക് മാത്രമായി ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഓർമ്മിച്ചു പോവുകയാണ്. കാരണം ഇതാദ്യമാണെന്ന് തോന്നുന്നു കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഫോട്ടോ മാഗസിൻ എന്നുള്ള രീതിയിൽ ഫോട്ടോകൾ മാത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു ഫോട്ടോ മാഗസിൻ ആദ്യമായി തുടങ്ങിയത് കലാകൗമുദിയായിരുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫർമാരെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു പാരമ്പര്യം ഒരു കാലത്ത് കേരളമുനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ പുതിയ മാനേജ്മെന്റ്, ഇപ്പോഴത്തെ മാനേജിംഗ് എഡിറ്റർ ദീപു രവി, ഞാൻ ദീപുവിനോട് ചോദിക്കട്ടെ, ഇതൊക്കെ ദീപു അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ദീപു ഒന്നും അത്തരത്തിൽ എന്താ പറയാ ഒരു ഫോട്ടോഗ്രാഫർമാർ അല്ലെങ്കിൽ ഈ ജീവനക്കാർക്കെതിരെ ഒരുപാട് നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. എങ്കിലും ഈ അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളത് തീർച്ചയായും കേരളമുനി തുടരുന്നൊരു പരിപാടിയായിരുന്നു. അവിടെ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ CNE SS സതീഷൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇതൊന്നും കണ്ടില്ല, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? കോഴിക്കോട് പിന്നെ കോഴിക്കോട് KN സുരേഷ് കുമാർ എന്ന് പറയുന്ന എൻ്റെ ശിഷ്യൻ അവിടെ ഉണ്ട്. സുരേഷ് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം സുരേഷിന് ഇതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് സുരേഷിന് റോളില്ല എന്ന് എനിക്കറിയാമെങ്കിലും സുരേഷ് അവിടെ ഉണ്ടായിരുന്നു. ശ്രീജിത്ത് ഉണ്ടായിരുന്നു, ഡസ്റ്റീഫാണ് ശ്രീജിത്ത്. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തമാണ്. അതായത് അഭിമാനപൂർവ്വം 1-ാം പേജിൽ കൊടുക്കേണ്ട വാർത്തയായിരുന്നു സെൽവരാജിന്റെ ഓർമ്മകൾ. ആ സെൽവരാജിന്റെ ഓർമ്മകൾക്കൊപ്പം കേരളത്തിലെ ഈ പറയുന്ന 31ഓളം മൺമറഞ്ഞു പോയ ഈ പ്രസ് ഫോട്ടോഗ്രാഫർമാരെ കുറിച്ചുള്ള ഈ ഓർമ്മ യഥാർത്ഥത്തിൽ കേരളമുതി 1-ാം പേജ് കൊടുക്കട്ടെ. അതിന് പകരം കേരളമുതി 1-ാം പേജിലെ കേരളമുതിയുടെ 1-ാം പേജിൽ കേരളമുതിയുടെ 1-ാം പേജാണ് പ്രമുഖ വാർത്ത. ഇൻ കേസ് തളിപ്പറമ്പ് കലാപം ഒക്കെ ഉണ്ട്. ഏറ്റവും അവസാനം കാശ്മീർ തണുപ്പിൽ ഇവിടെ കുങ്കുമപ്പൂ എന്ന് പറയുന്ന ബാസി പാങ്ങിൽ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ബാസി പാങ്ങിൽ ഒരുപാട് നല്ല സ്റ്റോറികളൊക്കെ എഴുതുന്നതാണ്. ഇത് തരക്കേടില്ലാത്ത നല്ല സ്റ്റോറിയൊക്കെ തന്നെയാണ്. 1-ാം പേജിൽ ഈ ഒരു കാശ്മീർ തണുപ്പിൽ ഇവിടെ കുങ്കുമപ്പൂ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റോറി 1-ാം പേജിൽ അച്ചടിച്ച കേരള കൗമുദിക്ക് ഈ സ്പേസിൽ തന്നെയെങ്കിലും കൊടുക്കാമായിരുന്ന സ്റ്റോറി ആയിരുന്നു കേട്ടോ. സെൽവരാജിന്റെ ഓർമ്മകൾ. നിങ്ങളുടെ എത്ര ചടങ്ങുകൾ എത്ര ദിവസത്തെ പത്രങ്ങളാണ് സെൽവരാജിന്റെ ക്യാമറകളിലൂടെ സജീവമാക്കിയത്, ആകർഷകമാക്കിയത്. മറന്നു പോകരുത് കേട്ടോ ദീപു, മറന്നു പോകരുത് സതീഷ് കേട്ടോ.
നിങ്ങൾ രണ്ടുപേരെയാണ് എനിക്ക് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ വേദനയോടെയാണ് സതീഷ് ഈ കാര്യങ്ങൾ പറയുന്നത്. CNN എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ ചെയ്തത് ഈ തെമ്മാടിത്തം, അത് തന്നെയാണ്. എനിക്ക് അതിൽ കുറഞ്ഞൊരു വാക്ക് എനിക്കില്ല. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെമ്മാടിത്തമാണിത്. ഇതിന് നിങ്ങൾ പശ്ചാത്തപിക്കണം. നിങ്ങൾ നാളെ സെൽവരാജ് കയ്യൂരിന്റെ ചിത്രങ്ങളെ കുറിച്ച് നിങ്ങളൊരു സ്പെഷ്യൽ പേജ് ചെയ്യണം കേട്ടോ. ചെയ്തിരിക്കണം നിങ്ങൾ. അതല്ലെങ്കിൽ സെൽവരാജിനോട് മാത്രമല്ല, നിങ്ങൾ പത്രാധിപരോട് ചെയ്യുന്ന ആ ഒരു വലിയ മനുഷ്യനുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ കേരളമതിയിലേക്ക് വന്നത് നിങ്ങളൊന്നും കണ്ടിട്ടല്ല. പത്രാധിപർ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ഒരേ ഒരു പത്രാധിപർ സുകുമാരൻ മാത്രമല്ല, മണിസാർ, കലാകൗമുദിയുടെ എല്ലാമായ കേരളമതിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന, എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന MS മണി എന്ന് പറയുന്ന എക്കാലത്തെയും സമാനതകളില്ലാത്ത പത്രാധിപർ. ആ ഒരു ആവേശത്തിലാണ് ഞങ്ങളൊക്കെ കേരളത്തിൽ ചേർന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ ഇമ്മാതിരി തെമ്മാടിത്തം കളിക്കുകയാണ്. തെമ്മാടിത്തം കളിക്കുകയാണ്. വേണ്ട. സെൽവരാജിന്റെ ഓർമ്മകളോട് ഇനിയെങ്കിലും നിങ്ങൾ നീതി പുലർത്തേണ്ടിയിരുന്നു കേട്ടോ. നീതി പുലർത്തേണ്ടിയിരുന്നു. അവിടെ ഇപ്പോഴും കുറെ ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ അല്ലേ? കുറെ ഫോട്ടോഗ്രാഫർമാർ, നിങ്ങളിതിൽ പ്രതിഷേധിക്കണം. അതാണ് ഞാൻ പറയുന്നത്. കറുത്ത ബാഡ്ജ് കുത്തിയിട്ട് വേണം നിങ്ങൾ ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യാൻ. അതല്ലെങ്കിൽ സെൽവന്റെ ആത്മാവ് നിങ്ങളോട് പൊറുക്കില്ല. സെൽവൻ മാത്രമല്ലല്ലോ, കേരളത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ പ്രിയങ്കരായ ഫോട്ടോഗ്രാഫർ ഒരുപാടുണ്ട് കേട്ടോ. അവരുടെ ഒന്നും ആത്മാവ് നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വേദനകളോടെ അതിലുപരി രോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.